മാനദണ്ഡങ്ങൾ, നിയമപരമായ മാനദണ്ഡങ്ങൾ, വ്യക്തിയുടെ ചോയ്സ്, ഈ 3 തലങ്ങളെ ഇതിൻ്റെ അകത്ത് പരിഗണിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇവിടെ രാഹുൽ ഈശ്വരൊക്കെ അങ്ങേയറ്റം ഒരു എന്താ പറയുക, പാരമ്പര്യബദ്ധമായ വലതുപക്ഷ നിലപാടിൽ നിൽക്കുന്ന, വലതുപക്ഷം എന്ന് തന്നെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, വിചിത്രമായ നിലപാടുകളിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ പല വാദഗതികളും നമ്മളിത് ശ്രദ്ധിക്കും. എന്താണ്, രാഹുൽ ഈശ്വരന്റെ വാദഗതികൾ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും അയാളുടെ ചില ലോജിക്കുകളും അയാളുടെ ചില അയാൾ അതിനുവേണ്ടി എടുക്കുന്ന എഫർട്ടുകളും അയാളുടെ റെഫറൻസുകളും ഒക്കെ നമുക്ക് ഇഷ്ടമാണ്. അയാളുടെ വാദഗതികളോ അയാളുടെ നിലപാടുകളോ നമുക്ക് ഇഷ്ടമല്ല. പക്ഷെ അയാൾക്ക് ചില ലോജിക്കുകളൊക്കെ ഉണ്ട്. ചില ലോജിക്കുകൾ അയാൾ കണ്ടെത്താൻ ശ്രമിക്കും. വിചിത്രമായ ചില ലോജിക്കുകളൊക്കെ കണ്ടെത്താൻ ശ്രമിക്കും. പിന്നെ ചർച്ച കയ്യിൽ നിന്ന് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ അക്രമാസക്തനാകും. ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി എന്തൊക്കെയോ ഭയങ്കരമായ ശരീരഭാഷയൊക്കെ ആക്കിയിട്ട് എതിർ പാനലിസ്റ്റുകളെ അവരുടെ മനോനില കൂടി സ്വാധീനിക്കാനുള്ള ശ്രമമൊക്കെ നടത്തും. അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പൊ ഈ 3 ഘടകങ്ങളെ നമ്മൾ പരിഗണിക്കുക. ഒന്ന്, നിയമവ്യവസ്ഥ രാജ്യത്ത് സ്വതന്ത്രമായ വസ്ത്രധാരണം ഉറപ്പു നൽകുന്നു. വ്യക്തി അവന്റെ ചോയ്സ് അനുസരിച്ച് വസ്ത്രം ധരിക്കുന്നു. ഇപ്പൊ നമ്മളിവിടെ 5 പേരുണ്ട്. 5 പേരും 5 തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നു. അത് നമ്മുടെ ചോയ്സാണ്. നമ്മുടെ ഒരു സ്വത്വത്തിന്റെ അവനും കൂടി നമ്മൾ വസ്ത്രം ധരിക്കുന്നു. നമ്മുടെ ഇഷ്ടമാണ്. നമ്മളൊരു കടയിൽ കയറുന്നു, നിങ്ങളെല്ലാവരും നമ്മളൊരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ കയറുമ്പോൾ നമ്മളെല്ലാവരും ഒരേ തരത്തിലുള്ള വസ്ത്രമാണ് എടുക്കുന്നതെന്ന് ആരും സ്വപ്നം പോലും കാണില്ലല്ലോ. കാരണം നമുക്കെല്ലാം വ്യത്യസ്തങ്ങളായ അഭിരുചികളുണ്ട്. നമ്മുടെ ചോയ്സാണ്. അപ്പോൾ ആ ചോയ്സ് അത് നമ്മളുടെ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ സാംസ്കാരികമായ ചില കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ് അത് തമ്മിലുള്ള ഒരു അഭിമുഖീകരണത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു കണ്ണുകൊണ്ട് തന്നെ നമ്മൾ കാണണം. അതിൽ കുറച്ചുകൂടി മുന്നോട്ട് നമ്മൾ ഈ അഭിപ്രായം കൊണ്ടുപോയി കഴിയുമ്പോൾ അത് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു കൈകടത്തലായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യാം. ഈ 2 ഘടകങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നു. അപ്പോൾ സമൂഹത്തിൻ്റെതായ ഒരു കുറച്ച് നടപടിക്രമമുണ്ട്. എന്നാൽ വ്യക്തിപരമായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഈ 2 അതിർവരമ്പുകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ലംഘിക്കാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ കാര്യങ്ങളൊന്നും ഒരു പ്രയാസവും ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം. പിന്നെ ഇത്തരം നിയമ നടപടികളുടെ ചില കാര്യങ്ങൾ ഞാനിങ്ങനെ ഓർത്തത്, ഒരു കുട്ടി കുട്ടിയുടെ അമ്മയ്ക്കെതിരെ കുട്ടിയും അപ്പനും കൂടി കൊടുത്തൊരു കേസ് കുറച്ചു കാലം മുമ്പ് വന്നിരുന്നു. അങ്ങനെയൊക്കെ കുറേ കേസുകൾ ഇങ്ങനെ വ്യാജമായിട്ട് വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പം 354 ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എതിരാളിയെ തകർക്കാനുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്ന, എന്നാൽ ഞാനൊരു 354 അങ്ങ് കൊടുത്തു കളയാം എന്ന് വിചാരിക്കുന്ന ചില ഉദാഹരണങ്ങളും നമുക്കിടയിലുണ്ട്. പണ്ടൊക്കെ 354 വന്നു കഴിഞ്ഞാൽ കണ്ണും അടച്ച് ചാർജ് ചെയ്യുകയായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. DYSP തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് പ്രഥമ ദൃഷ്ടിയ കേസുണ്ടെന്ന് ബോധ്യപ്പെട്ടാലേ ചാർജ് ചെയ്യാവുള്ളൂ എന്നുള്ള ഒരു റൂളിംഗ് കൂടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ തീർന്നു, പരാതി വന്നു, അറസ്റ്റ് വന്നു, അതിനപ്പുറത്തൊന്നുമില്ല എന്നുള്ള രീതിയായിരുന്നു. ഇപ്പൊ അതിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കുക. അപ്പൊ അത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പ്രാഥമികമായിട്ട് പറയാം. രാജിന്റെ മറുപടിയിൽ നിൽക്കുകയായിരുന്നു. കാരണം അതൊന്ന് 2 മിനിറ്റ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കുക. സ്ത്രീകളെ വാണിജ്യവൽക്കരിക്കുന്നു. ഞാനത് എനിക്കൊരു ഞാൻ 93-ലാണ് ഡിഗ്രി ചെയ്തത്. അൽഫോൻസ കോളേജിലാണ്. നിങ്ങളെപ്പോലെ അവിടുത്തെ സ്റ്റുഡൻസ് ആകുമ്പോൾ മിക്കവാറും ഡിബേറ്റിന് നമ്മളും കയറുമായിരുന്നു. അന്നത്തെ ചോദ്യം ഇതായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം 30 വർഷം ഏകദേശമായി, 27 വർഷത്തിന് ശേഷം വീണ്ടും ആ ചോദ്യം പ്രസക്തമാകുന്നു. അപ്പം അന്ന് ഞാൻ പറഞ്ഞ മറുപടി ഞാൻ നിങ്ങളോട് പറയാം. കാരണം ഡിബേറ്റിൽ തോൽക്കാൻ താല്പര്യപ്പെടുകയല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അന്നത്തെ ചെറിയ ബുദ്ധിയിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ കായികമായിട്ടുള്ള അധ്വാനം ഭയങ്കര പാടാണ്. കാരണം അതിന് ഇച്ചിരി ശക്തി വേണം. അതിന് കൂടുതൽ കായിക ശക്തിയിൽ കൂടുതൽ പുരുഷന്മാരാണ്. കാരണം കല്ല് വെട്ടുക, മണ്ണ് വെട്ടുക, ഈ പരിപാടികളെല്ലാം. പക്ഷെ ഒരു പരസ്യത്തിന്റെ മോഡലാകുകയാണെങ്കിൽ അത്ര വലിയ കായികമായിട്ടുള്ള ഒരു എഫർട്ടൊന്നും വേണ്ട. മാത്രമല്ല പുരുഷന്മാരെക്കാൾ എന്തുകൊണ്ടും അങ്ങനെ പുരുഷന്മാരെന്നെ വഴക്കുണ്ടാക്കരുത്, പുരുഷന്മാരെക്കാൾ എന്തുകൊണ്ടും ഒരു ബ്യൂട്ടി ഓഫ് നേച്ചർ ഉള്ളത് സ്ത്രീകളുടെ ശരീരത്തിനും സ്ത്രീകൾക്കുമാണ്. അപ്പൊ അവരൊരു കാര്യം, ഒരു കമോഡിറ്റി നമ്മുടെ മുൻപിൽ പ്രദർശിപ്പിക്കുമ്പോൾ ആളുകൾ അത്രയും ചിന്തിച്ചാൽ മതി. നമ്മൾ ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കുന്നു. പൈസക്ക് ഈ പരസ്യം കഴിഞ്ഞിട്ട് ആരെങ്കിലും നീ ആ പരസ്യത്തിൽ നിന്നതല്ലേ എന്നും പറഞ്ഞ് അവരെ ആരും സമൂഹം മാറ്റി നിർത്തുന്ന എനിക്കറിയത്തില്ല. അതൊരു
ഞാൻ അനുരാജ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സൈഡാണ് ഞാൻ പറഞ്ഞത്. ശരിയാണ്, പാട്രിയാർക്കിസം ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഭയങ്കര കീ ആയിട്ടുള്ളൊരു കാര്യം അനു പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത്രയും ചിന്തിച്ചാൽ മതി. ഇതൊന്നും നമ്മളുടെ വിഷയങ്ങളിലേക്ക് അത്ര അങ്ങ് എടുക്കുക. ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റണം. എന്താണെങ്കിലും അന്നത്തെ ഡിബേറ്റിൽ ഞങ്ങൾക്ക് 1001 രൂപ ക്യാഷ് അവാർഡും കിട്ടി. അതാണ് വേറൊരു കാര്യം. കാരണം ഇത് തന്നെയായിരുന്നു. അത്രയും നമ്മൾ അതിൻ്റെ ഭയങ്കര പ്രഷറാക്കേണ്ട കാര്യമില്ല. സ്ത്രീകളെ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു, അത് പ്രഷറാക്കേണ്ട കാര്യമില്ല. സ്ത്രീകളെ അങ്ങനെയൊന്നും ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ നമുക്ക് ഈ കാര്യത്തിലേക്ക് വരാം. നിയമപ്രകാരം ഇതൊക്കെ എങ്ങനെ നമ്മൾ ഇപ്പം ജോബിൻ പറഞ്ഞ പോലെ 354 വെറുതെ എടുത്തിട്ട് ഒത്തിരി പേരുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പത്രത്തിലൊക്കെ കണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പം ആ സ്വാതന്ത്ര്യത്തിനൊരു പരിമിതി കോടതി തന്നെ കൽപ്പിച്ചു. അത് വളരെ നല്ല കാര്യം. കാരണം 10 പേരിങ്ങനെ കാണിക്കുമ്പോൾ അതിനകത്ത് ഒരു 2 പേരെങ്കിലും അതിലെ നിയമത്തിൽ വിജ്ഞാനികളും വൈജ്ഞാനികളായിട്ടുള്ള ആളുകളുണ്ടാകും. കാരണം അത് സമൂഹത്തിന് വേണ്ടി അവർ നിൽക്കുന്നു, അവരുടെ ധർമ്മം അവർ ചെയ്യുന്നു. കാരണം നിയമനിർമ്മാണം നടത്തുന്നവർക്ക് എപ്പോഴും സമൂഹത്തിനോട് ഒരു ധർമ്മമുണ്ട്. ആ കടമ അവർ ചെയ്യുമ്പം അത് സമൂഹത്തിന് ഗുണകരമായി തീരുന്നു. അതാണ് എനിക്ക് ഇതിനോട് പറയാനുള്ള ഒരു കാര്യം. ഇതിൽ കമ്മ്യൂണിഫിക്കേഷന്റെ കാര്യം ചോദിച്ചിരുന്നല്ലോ. അപ്പോൾ അനു സംസാരിച്ചിട്ടുണ്ടായിരുന്നു പാട്രിയാർക്കൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വന്നതാണെന്ന്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നു, നമ്മുടെ ചരിത്രങ്ങളൊക്കെ ഫുള്ള് പൂർണ്ണമായിട്ടും ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തിലൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ മാഡമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മാഡം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ പാട്രിയാർക്കൽ സിസ്റ്റത്തിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ വന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ആദ്യകാലങ്ങളിൽ ഈ മസിൽ പവർ ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്ന ജോലികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ സമൂഹത്തിന്റെ ഏണിങ്സ് വന്നിരുന്നത് ഏതിലൂടെ ആയിരുന്നു? മസിൽ പവറിലൂടെ ആയിരുന്നു. അങ്ങനെ സൊസൈറ്റി പിന്നീട് രൂപപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഏണിങ്സ് എവിടെയാണ് രൂപപ്പെടുന്നത്, അവരിലേക്ക് പവർ ചുരുങ്ങുകയും അവർ ഏജൻസികളായി മാറുകയും മറ്റൊന്നിനെ സബോർഡിനേറ്റ് ആയി ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരുന്നു നമ്മുടെ ഈ ഒരു ചരിത്രം മൊത്തത്തിൽ അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അതിലൊരു കോൺട്രാഡിക്ഷൻ കാണാൻ പറ്റുന്നത്, ഇന്ന് നമ്മൾ വേൾഡിലുള്ള നമ്മൾ ഈ ഒരു അസമത്വം ഇനീക്വാലിറ്റിയെ കുറിച്ച് നോക്കുമ്പോഴും ഇന്നും ലോകത്തിന്റെ 80% സ്വത്ത് കിടക്കുന്നത് പുരുഷന്റെ ഏണിങ്സിൽ തന്നെയാണ്. 20% മാത്രമേ സ്ത്രീ ഏൺ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിഫിക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇപ്പൊ നേരത്തെ ഡെമോഗ്രഫിയുടെ കാര്യം ചോദിച്ചിരുന്നു. പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ പൗതിയായിട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീ മാത്രം ഇതിലൊരു ഒബ്ജക്റ്റ് ആവുന്നത് എന്നുള്ളത്. പക്ഷെ ഇതില് ഈ ഒരു ഡെമോഗ്രഫി അല്ല ഇതിന്റെ വിഷയം, മറിച്ച് പവർ എവിടെ രൂപപ്പെടുന്നു, എങ്ങനെ ഏജൻസി രൂപപ്പെടുന്നു, അതിനനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, രൂപം കൊള്ളുന്നത് എന്നാണ് പറയാനുള്ളത്. കമ്മോഡിറ്റിയുടെ കാര്യമല്ല, ഇപ്പൊ ഇന്ത്യൻ കോണ്ടെക്സ്റ്റില് ഞാൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ പറയുക കേട്ടോ. കാരണം ഈ മൊത്തം ലോകത്തിന്റെ നീതി എന്നുള്ള സാധനമൊക്കെ ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ പറയുന്ന പോലെ ആർട്ടിക്കയിൽ ജീവിക്കുന്ന മനുഷ്യരും റഷ്യയിൽ ജീവിക്കുന്ന മനുഷ്യരും എല്ലാം വിഭിന്നരായിട്ടുള്ള മനുഷ്യരാണല്ലോ. അവരുടെ ആവശ്യങ്ങളും വിഭിന്നമായിരിക്കും, കാലാവസ്ഥ വിഭിന്നമായിരിക്കും, വസ്ത്രം വിഭിന്നമായിരിക്കും. അപ്പൊ ഈ പറയുന്ന പോലെ ലോകത്തുള്ള മനുഷ്യരെല്ലാം ഒരേ രീതിയിൽ ചിന്തിക്കണം, ജീവിക്കണം എന്ന് പറയുന്നതൊക്കെ നടക്കാത്ത കാര്യമാണ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് വരുന്ന സമയത്ത് തിരുവനന്തപുരംകാർ സംസാരിക്കുന്ന ഭാഷയല്ല കോട്ടയം, അതല്ല മലപ്പുറം, അതല്ല തൃശ്ശൂർ എന്നുള്ള വൈവിധ്യം നിലനിൽക്കെ ഓരോ ആൾക്കാരും ഇപ്പൊ എന്റെ മുമ്പിൽ 2 പേരിപ്പുണ്ട്, 2 പേരുടെ മുണ്ടിന്റെ കര 2 സൈഡിലേക്കാണെന്നുള്ള രീതിയിലുള്ള വസ്ത്രമാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. ഓരോ മനുഷ്യരുടെ വസ്ത്രം ധരിക്കുന്ന രീതി എല്ലാം വ്യത്യസ്തമാണ്. അപ്പം എവിടെയാണ് കൃത്യമായിട്ട് നമുക്കൊരു ഈ പറയുന്ന നല്ല വസ്ത്രം, അന്തസ്സുള്ള വസ്ത്രം എന്നുള്ളത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പറ്റാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നിൽക്കുന്ന ഒരു സ്പേസിൽ ഒരു ഹെജിമണിക് ആയിട്ടുള്ള കുറച്ച് മനുഷ്യർ കാണും. അവരുടെ വസ്ത്രമാണ് നല്ല വസ്ത്രം എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം. ഇപ്പം നമ്മളിവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, കോട്ടയം ഭാഗത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കോട്ടയം ഭാഗത്തെ ഏറ്റവും പുരാതനമായിട്ടുള്ള കൾച്ചറലി സാമ്പത്തികവും വിദ്യാഭ്യാസവും ഉന്നത കുലവും എല്ലാമായിട്ടുള്ള എല്ലാ ഈ ഹെജമോണിക് കൺസെപ്റ്റുകളുള്ള ഒരു മനുഷ്യന്റെ രൂപം എന്താണോ അതാണ് നമ്മുടെ അന്തസ്സുള്ള ഭീകരമായിട്ടുള്ള ഒരു നല്ല ചിത്രം. ആ ചിത്രത്തിന്റെ റെപ്ലിക്കയാണ് നമ്മൾ എടുക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. അതിൽ നിന്ന് വിഭിന്നമായത് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മോശമെന്നാണ് ഞാൻ പറയുക. ഇപ്പം പണ്ട് കാലത്ത് മാറുപറയ്ക്കാൻ പറ്റാത്ത കാലം എന്ന് പറഞ്ഞാലും തുണി കുറവായിരുന്നൊരു കാലം, തുണിയുടെ സൃഷ്ടി കുറവായിരുന്നൊരു കാലം കേരളത്തിലുണ്ടായിരുന്നു.
അത് നിയമം മൂലം എന്താണ് മനുഷ്യന്റെ വസ്ത്രത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. അവിടുന്ന് ആ നിയമങ്ങളെ ഇല്ലാതാക്കുമായിരുന്നു ഉണ്ടായത്. അല്ലാതെ മനുഷ്യൻ ഈ വസ്ത്രം ധരിക്കണമെന്നുള്ള ഒരു കാര്യമല്ലായിരുന്നത്. വസ്ത്രം ധരിക്കാം എന്നുള്ള ഒരു അവകാശം നേടിയ ഒരേ ഒരു നാട് കേരളമാണെന്ന് തോന്നുന്നു നിയമത്തിന്റെ പ്രാബല്യത്തിൽ. മേൽമുണ്ട് ധരിക്കാം, സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാനായിട്ട് ചരിത്രത്തിൽ അവകാശം നേടിയിട്ടുള്ള, സമരം ചെയ്ത അവകാശം നേടിയിട്ടുള്ള ഒരു ഭൂമികയാണ് കേരളം. ആ കേരളത്തിൽ എന്ത് വസ്ത്രമാണ് ധരിക്കേണ്ടത്, എന്ത് വസ്ത്രമാണ് മാന്യം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം മനുഷ്യർക്കോ ഈ പറയുന്നത് പോലെ നമ്മൾ കാണുന്ന എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വസ്ത്രം ഇട്ട ഒരു മനുഷ്യൻ ഏത് വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ശേഷി എനിക്കില്ല വ്യക്തിപരമായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൺസെപ്റ്റിലുള്ള ഈ പറഞ്ഞ ഹെജമോണിക് ആളുടെ വസ്ത്രം എനിക്ക് സങ്കല്പിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അയാളെ അതിൻ്റെ പേര് ഷെയിം ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. ഇതിപ്പോ KSUവിന്റെ പാനലായത് കാരണം ഞാൻ പണ്ട് പഠിച്ചൊരു കാര്യം പറയാണ്. ഗാന്ധിജി പണ്ട് ഇതുപോലെ ഗുജറാത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നിറങ്ങിയ സമയത്ത്, അദ്ദേഹം മുഖം കഴുകാനോ എന്തോ ഒരു നദിക്കരയിലേക്ക് പോയ സമയത്ത് ഉടുത്തിരുന്ന ചേല അഴിച്ച് കുതിർത്തിട്ട് വെളിയിൽ ഉണക്കാനിട്ടൊരു സ്ത്രീ വിവസ്ത്രയായിട്ടിരുന്ന് കുളിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ടർബൻ അഴിച്ചിട്ട് ഇട്ട് കൊടുത്തു എന്നുള്ളൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരു ടർബനിൽ ഒരു സ്ത്രീയുടെ നാണം മറയ്ക്കാൻ പറ്റുമോ? ഞാൻ അപ്പൊക്കെ ചിന്തിച്ച കാര്യം, ഗാന്ധിജിക്ക് ഒരു സാരി മേടിച്ചു കൊടുത്താൽ എന്താ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. വസ്ത്രങ്ങൾ പലപ്പോഴും പലരുടെയും രീതിക്ക് കിട്ടാത്ത വസ്ത്രം കാണും, ഇല്ലാത്ത വസ്ത്രം കാണും. അത് അന്തസ്സ് ഒരു വസ്ത്രത്തിൽ നമ്മൾ നോക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു മനുഷ്യനെ താഴ്ത്തിക്കെട്ടുന്നതിന് തുല്യമായിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വസ്ത്രത്തിന്റെ അന്തസ്സ് ഇവിടെ വിഷയം വരുന്ന സമയത്ത് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ വസ്ത്രം എന്താണെന്ന് കഴിവതും നമ്മൾ ആ വസ്ത്രം വെച്ച് അയാളെ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. അപ്പം ഈ കാര്യത്തിൽ ഹണിറോസിന്റെ കൂടെയാണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കേസിൽ ഹണിറോസിന്റെ കൂടെയാണ്. ഈ ലോകത്തിലെല്ലാം ഹണിറോസിന്റെ കൂടെ തന്നെ ചേർന്ന് നിൽക്കേണ്ട ഉത്തരവാദിത്വം ആധികാരികപരമായിട്ടുള്ളൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്കില്ല. ഹണിറോസ് എൻ്റെ ഉത്തരവാദിത്വമല്ല, ബോബി ചെമ്മണ്ണൂരും എൻ്റെ ഉത്തരവാദിത്വമല്ല. രണ്ടുപേരും നടത്തിയിട്ടുള്ള ഒരു പ്രശ്നത്തിനകത്ത് രണ്ടുപേരും കൊടുത്തിട്ടുള്ള കൃത്യമായിട്ടുള്ള FIR-ഉം കേസും ഉണ്ട്. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് പോകട്ടെ. പക്ഷെ അതിന്റെ പേരിൽ നടക്കുന്ന ആശയങ്ങൾ, മനുഷ്യരിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആശയങ്ങൾ, വസ്ത്രത്തിന്റെ പേരിൽ മനുഷ്യരെ മാറ്റി നിർത്തുന്ന ആശയങ്ങൾ, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, ആ റെപ്ലിക്കയുടെ ആശയം എടുക്കാനായിട്ട് ഉള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് വ്യക്തികളെ മാറ്റി നിർത്തി വ്യക്തികൾ ഏർപ്പെടുന്ന കാര്യങ്ങളെ എടുത്ത് സമൂഹത്തിന് നന്മ ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ എടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് വിശ്വസിക്കുന്നു. PhD ചെയ്യുന്നത് അതൊരു ലീഗൽ പ്രൊസീഡിംഗ് ആയിട്ട് മാത്രം പറയാണ്. ഇത് എന്തുകൊണ്ട് ഇന്ന് ചർച്ച ചെയ്യുന്നു എന്നൊരു തോട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും? അതായത് ഇപ്പൊ ആദ്യമായിട്ടാണോ സ്ത്രീയുടെ ആകാരത്തിനെ വർണ്ണിക്കുകയും ദ്വയാർത്ഥത്തിൽ സംസാരിക്കുകയും അല്ലെങ്കിൽ എന്താ പറയാ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് അവരെ പല രീതിയിൽ ആവിഷ്കരിക്കുന്നതൊക്കെ ഇതൊന്നും ആദ്യമായിട്ടൊന്നുമല്ല. പക്ഷെ ഇന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സമൂഹം ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഇതെല്ലാ കാലത്തുണ്ടായി. ഒരു 30 കൊല്ലം മുമ്പ് ഒരു മമ്മൂട്ടി സിനിമയിൽ സമാനമായ കുന്തി ദേവി പ്രയോഗങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇന്ന് ചർച്ച ചെയ്യുന്നുള്ള എനിക്കാകെ ഒരു ഒപ്പീനിയൻ പറയാനുള്ളത്, ഈ ലോ എന്ന് പറയുന്നത് ഒരു വോക്ജീസ് തിയറി എന്നുണ്ട്. സാവിനിയുടെ ജൂറിസ്പ്രുഡൻസിൽ വോക്ജീസ് തിയറി എന്നുണ്ട്. അതായത് വിൽ ഓഫ് ദ പീപ്പിൾ. വോക്ക് എന്ന് പറഞ്ഞാൽ പീപ്പിൾ, ജീസ് എന്ന് പറഞ്ഞാൽ ഒരു വിൽ ഓഫ് ദ പീപ്പിൾ. ജനങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു അതാണ് നിയമം, അല്ലാതെ നീതിയോ ധർമ്മമോ ഒന്നുമല്ല നിയമം. അതായത് ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റവും ജുഡീഷ്യൽ സിസ്റ്റവും രണ്ടും രണ്ട് തന്നെയാണ്. ജുഡീഷ്യൽ ചെയ്യുന്ന ജസ്റ്റിസ് ഡെലിവറി ചെയ്യുന്നുണ്ടൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണത്തില് നിയമത്തിന്റെ അടിസ്ഥാന തത്വമായിട്ടുള്ള നോ മാൻ ഷുഡ് ബി ദ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കേസ് എന്ന് പറയുന്ന തത്വം ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണ കേസ് അദ്ദേഹം തന്നെ കേട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കുറ്റവിമുക്തനായി അദ്ദേഹം തന്നെ റിട്ടയർ ചെയ്ത് ഇപ്പൊ രാജ്യസഭയിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം ഒന്നല്ലേ ഇന്നത്തെ കാലം ഇതിനെ ഒരു തെറ്റായി കാണുന്നു. അതുകൊണ്ട് ഇന്ന് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരെ പോലെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ വർണ്ണിക്കുന്ന ഇത്തരത്തിൽ ആവിഷ്കരിക്കുന്ന വ്യക്തികളെ വിരൽ ചൂണ്ടുന്നു. അതുപോലെ തന്നെ എന്താണ് ഡീസൻസി പബ്ലിക് ഓർഡർ ആൻഡ് മൊറാലിറ്റി? ഭരണഘടനയ്ക്ക് ഒരുപാട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. ജുഡീഷ്യറി തന്നെ പലപ്പോഴും അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? ലളിതമായിട്ട് ഇപ്പൊ ഭരണഘടനയ്ക്ക് മൊറാലിറ്റി ഉണ്ടോ? ഇപ്പോ ഈ അടുത്ത കാലം വരെ അഡൾട്ടറി ഒരു ഒഫൻസ് ആയിരുന്നു, ഇപ്പൊ അല്ല. ഈ അടുത്ത കാലം വരെ എന്താ പറയാ ഈ അടുത്ത കാലത്ത് സെക്ഷൽ വർക്കേഴ്സിനെ ഒരു അംഗീകൃത തൊഴിലായിട്ട് അംഗീകരിക്കുക ഇപ്പോഴത്തെ തൊഴിലാളി സംഘടനയും വന്നു. അപ്പോൾ കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് നിയമം മാറും. അങ്ങനെ
എന്താ പറയുക സ്റ്റാഗ്നറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു മൊറാലിറ്റി ഒന്നും സമൂഹത്തിനും ഇല്ല, ഈ പറയുന്ന ജുഡീഷ്യറിക്കും ഇല്ല. ഇതിലെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? സമൂഹത്തിന്റെ മൊറാലിറ്റി ഇന്ന് ഇവിടെ നിൽക്കുന്നു എന്ന് ആര് നിർണ്ണയിക്കുന്നു? അത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ ആണെങ്കിൽ നമുക്ക് പാറശാലയിലെ പോലത്തെ വിധികൾ കിട്ടും. ഈ പാറശാല വിധി ഞാൻ എൻ്റെ മനസ്സിലാക്കിയിടത്തോളം ഒട്ടും അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഇതൊരു മർഡർ കേസൊക്കെ തന്നെ, പക്ഷെ റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് എന്ന് പറയാൻ മാത്രം ഒന്നും തന്നെ അതിനകത്ത് ഇല്ല. അതിനേക്കാൾ ബ്രൂട്ടൽ ആയിട്ടുള്ള പല മർഡർ കേസും. അത് ആ കുട്ടിക്ക് ജീവപര്യന്തമാകും. അത് കഴിഞ്ഞ ഒരു കുട്ടി 8 വർഷം കഴിയുമ്പോൾ നല്ല നടപ്പിന് പ്രൊബേഷൻ ഓഫീസർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിനെ വെറുതെ വിടും. അത് ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റം അങ്ങനെയാണ്. അല്ലാതെ അതിനൊരു കാൽപ്പനികവൽക്കരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. എൻ്റെ അഭിപ്രായം, ഇന്നത്തെ സമൂഹം ഇത് തെറ്റെന്ന് ധരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ വസ്ത്രധാരണം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ വസ്ത്രധാരണത്തെ വർണ്ണിച്ച രീതി ആയിക്കോട്ടെ എന്താണ് തെറ്റെന്ന് ധരിക്കുന്നത്, അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വിഷയം ചർച്ചയിലെത്തിയത്. ഇത് പക്ഷെ നാളെ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് നമ്മൾ മാറുമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി നമ്മൾ പിന്നോട്ട് നടക്കുമായിരിക്കാം. സമൂഹത്തിന്റെ നടപ്പിനനുസരിച്ച് ഇത് മാറുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനെ വളരെ കോമഡി ആയിട്ടാണ് ഞാൻ കാണുന്നത്. പറയത്തക്ക ശിക്ഷ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇതിനെ ശിക്ഷിക്കുക എന്നത് ഇതിനെ ഈ പറയുന്ന സോഷ്യൽ ഓഡിറ്റ് തന്നെയാണ്. അതായത് നമ്മൾ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയാൽ നമ്മളെ സമൂഹം ഇങ്ങനെ വിലയിരുത്തും എന്ന ബോധ്യം മാത്രമാണ്, സോഷ്യൽ റെസ്ട്രെയിന്റ് മാത്രമാണ് ഇതിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെഷർ. അല്ലാതെ ജുഡീഷ്യറി എന്ന് ദ്വയാർത്ഥം പറയുന്ന എല്ലാവരും പിടിച്ചങ്ങ് ശിക്ഷിച്ചു കളയാം. അല്ല, വേറെ കേസുണ്ട്. ഇതില് എന്തുകൊണ്ട് ബോബി ചമ്മണിയുടെ കേസ് ഒന്നും ചോദിച്ചാൽ ഒരു പരാതി ഉണ്ട്. അദ്ദേഹം നാളിതുവരെ നടത്തിയ എല്ലാ ദ്വയാർത്ഥ പ്രയോഗത്തിനും പരാതിക്കാരില്ല. ഇവിടെ പരാതിയുണ്ട്, തെളിവുണ്ട്, ആ കേസ് അവർ പെർസ്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പ്രൊസീഡിങ്ങും സമൂഹത്തിലൊരു ചർച്ചയും നടക്കുന്നു. ഇത്തരത്തിൽ ഇദ്ദേഹം ചിലപ്പോൾ ഇതിനും ക്രൂരമായിട്ടുള്ള പലതും പറഞ്ഞിട്ടുണ്ടാവും, അവർ പരാതിപ്പെട്ടിട്ടില്ലായിരിക്കാം. അപ്പൊ ഇതില് ശക്തമായിട്ടൊരു നിയമ നടപടി ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷെ എങ്കിൽ തന്നെ ഈ വലിയൊരു സോഷ്യൽ ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ റെസ്ട്രെയിൻ ക്രിയേറ്റ് ചെയ്യും. സമൂഹത്തിനിടയിൽ ഇത്തരം പരാമർശം നടത്തുന്നത് തെറ്റാണെന്നൊരു ബോധം ക്രിയേറ്റ് ചെയ്യും. ആ ബോധം തന്നെയാണ് നാളുകളിൽ ഒരുപക്ഷെ മുന്നോട്ട് നയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാധ്യമങ്ങളുടെ പങ്ക് പലപ്പോഴും സത്യം മാധ്യമങ്ങൾ തീർച്ചപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ചിലപ്പോൾ അതിന്റെ ചെറിയ ചെറിയ ഫാക്റ്റ് ആയിരിക്കും ആദ്യം പുറത്തു വരുന്നത്. അപ്പോൾ കുറച്ച് എവിടെന്നെങ്കിലുമൊക്കെ കുറച്ച് ആൾക്കാരെ കൊണ്ടിരുത്തി, പ്രത്യേകിച്ച് ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ള കുറച്ച് വ്യക്തികളെ കൊണ്ടുവന്നിരുത്തി ആദ്യം കാണുന്ന ആൾക്കാരെ സത്യം അതാണെന്ന് വിശ്വസിപ്പിക്കും. എന്നിട്ട് എന്താണ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും അവർ പക്ഷേ ഇതിന്റെ സത്യം പുക മറിഞ്ഞ് പുറത്തു വരുന്നത്. അതെ, തീർച്ചയായും. സോ ഈ മാധ്യമങ്ങളുടെ ഒരു നീതി എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് എങ്ങനെ തീർച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് ഒരു ഇതാണ്. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ കേസിലാണെങ്കിൽ പോലും നീതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനും യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹണി റോസിനും നീതി എന്ന് പറയുന്നത് കിട്ടണമല്ലോ. അപ്പം ഈ നിയമത്തിന് എങ്ങനെയാണ് രണ്ടുപേർക്ക് നീതി കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ നോക്കിക്കാണുന്നത്. അത് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ എന്തൊക്കെയോ ഈ നമ്മുടെ സമൂഹത്തിൽ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന മാധ്യമ ധർമ്മം എന്നൊക്കെ. അപ്പം എങ്ങനെയാണ് ഈ മാധ്യമവും അതുപോലെ നമ്മുടെ ഈ ഇപ്പൊ ഉണ്ടാകുന്ന കോലാഹലങ്ങളും നീതി എങ്ങനെ നോക്കിക്കാണുന്നുള്ളതാണ് എന്റെ ചോദ്യം. ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അതായത് കുറച്ചു കാലം മുമ്പ് കേരളത്തിലെ മലബാർ മേഖലയിലെ ഒരു ഡിവൈഎസ്പിക്ക് ഒരു സർക്കിളിനുമെതിരെ ഒരു മാധ്യമം ഒരു 354 ഉൾപ്പെടെയുള്ള ഒരു ലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന, പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിക്കോ എന്നൊക്കെ പറഞ്ഞ് തലേ ദിവസം തന്നെ ഇത് കൊടുത്ത് ഇട്ടു. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം തോന്നി എന്തൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണിത്, പോലീസ് തന്നെ ഇങ്ങനെ ചെയ്യുന്നു. പക്ഷെ യാതൊരു വിധത്തിലുള്ള എവിഡൻസും ഇല്ലാതെ വെറുതെ ഒരു ആരോപണമായിരുന്നു വെച്ചത്. അതേ മാധ്യമ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളും മറ്റൊരാളും ഇപ്പോൾ പോക്സോ കേസിൽ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റ് 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഇപ്പോൾ ഒരു നടി ആക്രമിക്കപ്പെടുകയും അവര് ആക്രമണത്തിന് ഇരയാകുകയൊക്കെ ചെയ്ത കേസിൽ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന പെൻഡ്രൈവിൽ 1-2 തവണ എഡിറ്റിങ്ങോ മറ്റോ നടന്നതായിട്ട് പത്രവാർത്തകൾ ഉണ്ടായി. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, നിയമവ്യവസ്ഥയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കേസിൽ ഏറ്റവും വലിയ തെളിവായിട്ടുള്ള ഒരു വസ്ത്രം അത് കൊണ്ടുപോയിട്ട് അതിന്റെ അളവെല്ലാം മാറ്റി അത് ചെറുതാക്കി ആ തെളിവ് തന്നെ അപ്രസക്തമാകുന്ന രീതിയിലേക്ക് മാറി. ഇപ്പം നമുക്കറിയാവുന്ന ഇങ്ങനെ 3-4 ഉദാഹരണങ്ങളെ ഉള്ളൂ എന്ന് കരുതി
ഈ 3-4 കാര്യങ്ങളെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ ആരും വിശ്വസിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ നിയമ ഗവേഷകൻ പറഞ്ഞതുപോലെ കോടതികൾ നീതിയെ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനങ്ങളാണ് എന്ന് ആരും അങ്ങനെ ഓർക്കണ്ട. അത് നിയമം നടപ്പാക്കാനുള്ള ഒരു സ്ഥാപനമാണ്. മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഈ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിൽ അവരുടെ നിലനിൽപ്പിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കുറച്ചു കാലം മുമ്പ് നിൽപ്പ് സമരം വന്നു. കേരളത്തിലെ പ്രശസ്തമായൊരു തുണിക്കടയുടെ ഒരു വലിയ ഗ്രൂപ്പ്, ഇവിടെ എല്ലാം ബ്രാഞ്ചുകളുള്ള ഒരു ഗ്രൂപ്പിൽ അവിടുത്തെ സെയിൽസ് ഗേൾസിന് അല്പസമയം ഇരിക്കാനും വിശ്രമിക്കാനും അനുമതി കൊടുക്കാത്തതിനെതിരെ നിൽപ്പ് സമരം നടത്തിയപ്പോൾ എത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു? മാധ്യമങ്ങൾ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും താല്പര്യമില്ലാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സത്യാനന്തര കാലത്തെ മാധ്യമങ്ങൾ. അപ്പോൾ ഒരു ആരോപണം വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ തിരിച്ച് മറ്റൊരു ആരോപണം പകരം വയ്ക്കുകയും ഇതിലേതാണ് സത്യം എന്നുള്ള ഒരു സന്ദേഹം ജനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാലത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ ലളിതമായ ഒരു ഇക്വേഷൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ നമുക്ക് നീതിക്ക് വേണ്ടി പോരാടുന്നു എന്നൊക്കെ ഉള്ളത് ഒരു കാൽപ്പനികമായ ഒരു ഭാവനയാണ്. ചില സന്ദർഭങ്ങളിൽ അവരങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് നിഷേധിക്കാനും പറ്റത്തില്ല. മാധ്യമങ്ങളുടെ ഇത്തരം ചരിത്രപരമായ ഇടപെടലുകളെ മുഴുവൻ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷെ പുതിയ കാലത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഒരു മാധ്യമ സ്ഥാപനം തുടങ്ങിയത് തന്നെ ഒരു ഹണി ട്രാപ്പോട് കൂടിയായിരുന്നു. ആ ഹണി ട്രാപ്പോട് കൂടി ആ മാധ്യമം തന്നെ ട്രാപ്പിലായി പോവുകയും ആ മാധ്യമ സ്ഥാപനം പൊട്ടിപ്പോവുകയും ചെയ്തത് നമുക്കറിയാം. കാരണം അത് നമ്മുടെ നാട്ടിലെ കോട്ടയം ആസ്ഥാനമായിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനമായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് നമുക്കറിയാം. ഞാനിപ്പം ഹോസ്റ്റലിലല്ല താമസിക്കുന്നത്, ഞാൻ വെളിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം എനിക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് വെളിയിലുള്ള ഒരാളിൽ നിന്ന് വളരെ മോശകരമായിട്ടുള്ള, അത് വെച്ചാൽ എന്നെ കയറി പിടിക്കുക അങ്ങനെയൊന്നുമല്ല കേട്ടോ, അയാൾ എന്നെ പരസ്യമായിട്ട് കളിയാക്കി. പരസ്യമായിട്ട് ഇതേ രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗമല്ല, നല്ല ക്ലിയർ കട്ടായിട്ടുള്ള പ്രയോഗത്തിൽ അയാൾ എന്നെ കളിയാക്കിയതിന് ശേഷം എനിക്ക് വയ്യായിരുന്നു. ഞാൻ ഒരു 4 എക്സാം ഒക്കെ എഴുതി തളർന്നു പോയിരിക്കുന്ന കാരണം ഞാൻ പോയി കിടന്നിറങ്ങി. പിറ്റേ ദിവസം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തു. ആ കംപ്ലൈന്റിന്റെ പേരിൽ അയാളെ പോലീസ് വിളിച്ചു, അയാൾ വന്നില്ല. പിന്നീട് പോലീസ് പോയി അയാളെ പിടിച്ചു കൊണ്ടുവന്നു. അയാൾ സ്റ്റേഷനിൽ നിന്നോട് മാപ്പ് പറഞ്ഞു, മാസ്റ്റർ എഴുതി. ഇതും ദ്വയാർത്ഥ പ്രയോഗമോ അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രയോഗമോ ആയിട്ടുള്ള ഒരു ആക്ട് തന്നെയാണ്. അതിപ്പോഴും ഗാന്ധിനഗർ സ്റ്റേഷനിൽ നടക്കുന്നുണ്ട്. ഏതൊരു മനുഷ്യനും നമ്മൾക്ക് ഒരു കളിയാക്ക് കിട്ടുവാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്രശ്നം കിട്ടുവാണെങ്കിലോ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം, അതൊരു അഡ്വർടൈസിങ് സാധനമാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അതൊരു വലിയ മീഡിയ അറ്റൻഷൻ ആണോ എന്നും എനിക്കറിയില്ല. എനിക്കുണ്ടായിട്ടുള്ളൊരു അപമാനത്തെ എനിക്ക് ആക്സസ് ചെയ്യാനുള്ള ശേഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യുക. എന്നെ സംബന്ധിച്ച് ഹണിറോസ് ചെയ്തിട്ടുള്ള കാര്യം അതാണ്, അത്രമാത്രമാണ്. മീഡിയ, നമ്മൾ ഈ ഹണിറോസ് വിഷയം എപ്പോഴാണ് വന്നതെന്നൊന്ന് ചിന്തിച്ചാൽ മതി. ഈ പറഞ്ഞിട്ടുള്ളൊരു ടൈമിന്റെ പീരീഡിലാണ്. കേരള കോണ്ടെക്സ്റ്റിൽ നടക്കുന്ന കുറച്ച് വിഷയങ്ങളായിട്ട് സംബന്ധിച്ച് ഞാൻ ഈ അടുത്തിടെ ഏറ്റവും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര സൈലന്റ് ആയി പോയിട്ടുള്ളതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവം ഇതാണ്. ഹണിറോസിന്റെ ഈ പറയുന്ന ഹണിറോസിനെ ഈ മൈക്കിലൂടെ അധിക്ഷേപിച്ച സംഭവമാണോ നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുന്നത്, അതോ 13 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഒരു പെൺകുട്ടിയെ, ഒരു വിദ്യാർത്ഥിനിയെ 62 പേർ ചേർന്ന് തുടർച്ചയായിട്ട് ബലാത്സംഗം ചെയ്യുകയും ഇപ്പോൾ ആ പെൺകുട്ടി ഷെൽട്ടർ ഹോമിലാണ്, സ്റ്റിൽ ഷീസ് എ മൈനർ. അതിനെപ്പറ്റിയുള്ള വാർത്തകൾ ഒന്നും ലൈംഗിക ചുവയോടെ കേൾക്കണമെന്നല്ല പറയുന്നത്, അതിന്റെ ഫോളോ അപ്പ് കേരളം കേൾക്കാതിരിക്കുന്നതാണോ? ഓക്കെ, ഹണിറോസ് പറഞ്ഞു ബോബി ചെമ്മണ്ണൂർ ലൈംഗികപരമായിട്ട് വളരെ സട്ടിലായിട്ട് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ലൈംഗിക ചുവയോട് അധിക്ഷേപിക്കാൻ മാത്രമല്ല, കണ്ടിന്യൂസ്ലി റേപ്പ്, പല സ്ഥലത്തും കൊണ്ടുപോയി റേപ്പ്, പലർക്കും ഉള്ള കാഴ്ചവെക്കൽ. ആരെ? 13 വയസ്സുള്ള കുഞ്ഞിനെ, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ, ഒരു കായിക താരത്തിനെ ചെയ്യുന്നത് 2 മൈനർ, കുറെ മേജർ, ടോട്ടൽ 62 പീപ്പിൾ. ഇത്തരത്തിലുള്ള ഒരു സംവിധാനം വന്നിട്ട് പിറ്റേ ദിവസത്തെ ന്യൂസാണ് സമാധി. അതിന്റെ പിറ്റേ ദിവസം ന്യൂസാണ് കളക്ടറുടെ ചീരി. 3-ാം ദിവസത്തെ ന്യൂസാണ് ഗ്രീഷ്മയ്ക്കുള്ള കൊലക്കയർ. 4-ാം ദിവസത്തെ ന്യൂസാണ് ഹണിറോസ്. കേരളത്തിലെ കോണ്ടെക്സ്റ്റിൽ 13 വയസ്സ് തൊട്ട് 17 വയസ്സുള്ള ഒരു കുട്ടി 62 പേരാൽ ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ട് ഒരു സ്കൂളിൽ ആ കുട്ടിക്ക് അത് പറയാൻ പറ്റാത്ത സാഹചര്യം. വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ സ്കൂൾ സിറ്റുവേഷൻ ഇൻ കേരള. അവിടുത്തെ കൗൺസിലിങ്ങുകളുടെ നിരക്കുകൾ, ദളിത് പെൺകുട്ടികൾ നേരിടുന്ന അട്രോസിറ്റീസ്, കായിക താരങ്ങളായിട്ടുള്ള ഇവൾക്ക് പറയാനുള്ള ടീച്ചേഴ്സ് പോലും ഇവളെ റേപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ കൂടുതലായിട്ട് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ വൈ ദാറ്റ് ഹാപ്പൻസ്? അതെന്തുകൊണ്ട് മിണ്ടാതിരിക്കണം എന്ന് വെച്ചാൽ അത് സ്കൂളിംഗ് സിസ്റ്റത്തിലെ പിഴവുകളാണ്.
അവിടെ എന്തൊക്കെയോ വേറെ പല കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ് വളരെ കുറവാണ്. വൈ ദാറ്റ് ഇസ് ഹാപ്പനിങ് എന്നുള്ള ചിന്ത വളരെ ശ്രദ്ധമായിട്ട് കൊടുക്കേണ്ട കാര്യത്തിൽ ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ അടുത്ത് പോയിട്ട് നമ്മൾ അവർക്ക് നേരിടുന്ന അട്രോസിറ്റീസ് ചോദിച്ചാൽ അത് നമുക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല. 10-12 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് അവരുടെ ഡ്രഗ് അഡിക്ഷൻസിനെ പറ്റി ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അതിന് റിപ്ലിക്ക് ചെയ്യുന്ന കാര്യം വളരെ വൈഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഞാൻ എൻ്റെ കേസ് കൊടുക്കാൻ വേണ്ടി സ്റ്റേഷനിൽ ചെന്നപ്പോൾ +2 പഠിക്കുന്ന ഒരു പയ്യൻ കഞ്ചാവ് വലിച്ചു എന്ന് പറഞ്ഞിട്ട് അവരിട്ട് അടിക്കുന്നത് കണ്ടിരുന്നു. മൈനർ 17 years. സോ കേരള കോണ്ടെക്സ്റ്റിൽ എന്നെ സംബന്ധിച്ച് സമാധിയോ ഹണിറോസിന്റെ ഈ പറയുന്ന പോലെ ഞാൻ കൊടുത്ത കംപ്ലൈന്റ് പോലെ ഹണിറോസ് കൊടുത്ത കംപ്ലൈന്റോ എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല. ഹണിറോസ് ചെയ്ത നിയമത്താൽ അവർക്ക് അനുസ്മൃതമായിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് അവർ സ്റ്റുഡൻസ്, അവർ ചിൽഡ്രൻ, അവർ കിഡ്സ് ആർ മാനിപ്പുലേറ്റിംഗ്, അല്ലെങ്കിൽ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ മീഡിയാസ് കളക്ടറിന്റെ ചിരിയെ പറ്റി യുവതികൾ അന്വേഷിച്ച് നടക്കുന്നത്. നിങ്ങൾ ആരാ അന്വേഷിച്ച് കളക്ടറിനെ കണ്ട് ക്രഷായിട്ടുള്ള യുവതികൾ ഇവിടെ ഏതാ ഉള്ളത്? ആൻഡ് ഹീ ഡസൻ കൺസേൺസ് അബൌട്ട് ദാറ്റ്. അയാൾ പഠിച്ച IAS ആയിട്ടുള്ളത് പെണ്ണുങ്ങൾ നോക്കുമെന്ന് വിചാരിച്ചിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അയാളുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളതാണ്. ആൻഡ് വൈ ദ മീഡിയ ഈസ് മേക്കിംഗ് ന്യൂസ്. അത് നമ്മളെ ഓഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതാ ചിന്തിക്കുന്നതെന്ന് അവർ ചിന്തിച്ചിട്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നു. ചുമ്മാ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. നമ്മൾ വളരെയേറെ ആദരിക്കുന്ന ആക്ടിവിസ്റ്റുകൾ പോലും സൈലന്റ് അബൌട്ട് ദിസ്. ആൻഡ് ഷോക്കിംഗ്ലി ഞാനിതിവിടെ ഈ സ്പേസിൽ പറയാനുള്ള കാരണം ഐ ആം എ ദളിത് പേഴ്സൺ. ഐ ഫേസ് റേപ്പ് അട്രോസിറ്റീസ് ഇൻ മൈ 13-year age. ഐ മേ നോട്ട് ബി എ വുമൺ ബട്ട് ഐ എം എ കിഡ്. ഐ വാസ് എ കിഡ് ആൻഡ് ഐ എം എ സർവൈവർ. ആ രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഐ ക്യാൻ സ്റ്റാൻഡ് വിത്ത് ഹെർ, ഐ ക്യാൻ ടോക്ക് അബൌട്ട് ഹെർ എന്നുള്ള കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. ഐ ക്യാൻ ഫീൽ ദ പെയിൻ ഓഫ് ദ മൈനർ ഗേൾ. സോ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഈ മീഡിയയുടെ സാധനം ഈ കാര്യങ്ങളൊന്നും നമ്മളെ ലഹരി പിടിപ്പിക്കാതെ നമ്മൾ നോക്കുക, എന്ത് ന്യൂസാണ് വന്നു പോയതെന്ന് നോക്കുക. ആൻഡ് ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റുഡൻസ് ഫോർ സ്റ്റാൻഡിങ് വിത്ത് എ സ്റ്റുഡൻറ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. മാത്രമല്ല, ഞാൻ കുട്ടികളുടെ ഇടയിൽ ഒരു ചൈൽഡ് സൈക്കോളജിയും കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന ഒരാളും കൂടെയാണ്. അങ്ങനെ ഒരു വേഷനുണ്ട് എൻ്റെ ഞാനൊരു സൺഡേ സ്കൂൾ അധ്യാപികയാണ്, സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ്. അതിനോടനുബന്ധിച്ച് ഞാൻ ഈ ഫീൽഡിലേക്ക്, കാരണം ഒരു കുട്ടി ആണ് നാളത്തെ സമൂഹം എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്. പീഡിപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും, മാനസികം, ശാരീരികം, എല്ലാ അർത്ഥത്തിലും. അപ്പം ഈ ഒരു വിഷയം, ഈ 13 വയസ്സുള്ള കുട്ടിയുടെ ആ ഒരു വിഷയം വീണ്ടും എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു കൺസേൺ ആയിരുന്നു. അപ്പം ഞാനിത് അന്വേഷിച്ചപ്പം ഈ പത്രത്തിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് അവളോട് ചോദിച്ചപ്പം തന്നെ അവൾ പറഞ്ഞ്, അതായത് ചെറിയ കുട്ടികളുടെ ഇങ്ങനത്തെ വിഷയങ്ങൾ അത് കൂടുതൽ കാലം പത്രത്തിൽ നിന്നല്ല സോഷ്യൽ മീഡിയയിൽ കൂടി ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടത്രേ. കാരണം അത് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിൻ്റെ ഒരു ഭാഗമുണ്ട്. അന്നേരമാണ് ഞാൻ ഇതിനകത്ത് ചൈൽഡ് സൈക്കോളജി എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഞാൻ പോലും ഉടനെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. സത്യമാണത്. അപ്പം കാരണം അവർ കേസ് അവിടെ അവസാനിക്കുന്നില്ല. പക്ഷെ അപ്പം ഞാൻ ഓർത്തൊരു കാര്യം, നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ആ കേസുണ്ട്. അതുകൊണ്ടാണല്ലോ അനുവിനെ പോലെയുള്ള ടീനേജ് കുട്ടികൾ ഇത് ഓർത്തിരുന്ന് കൺസേൺ ആയിട്ട് പറയുന്നത്. കാരണം ഹണി റോസിന്റെ പ്രോബ്ലത്തേക്കാൾ വലിയൊരു പ്രോബ്ലം ഇതാണ്. ന്യായമായിട്ടും മനസാക്ഷിയിൽ എന്നും കുത്തലുണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങളാണ്. പക്ഷെ അത് മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഏറ്റെടുത്തില്ല എന്ന് നമ്മൾ മാധ്യമങ്ങളെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ കമോഡിറ്റിയാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു കാര്യമുണ്ട്. ഈ 13 വയസ്സുകാരിയെ കൊണ്ടുപോയ, എനിക്ക് ആക്ച്വലി പേഴ്സണലി എനിക്കത് പറയാൻ ഇഷ്ടമില്ല, എന്നാൽ പോലും കൊണ്ടുപോയ സ്ഥലങ്ങൾ, സാഹചര്യങ്ങൾ, ഇതെല്ലാം കൂടുതൽ വായിക്കുമ്പോൾ 10 പേര് വായിക്കുമ്പോൾ അതിനകത്ത് 2 പേരായിരിക്കും ഒരു പക്ഷെങ്കിൽ മനസ്സിൽ വിഷമത്തോടു കൂടി, അല്ലെങ്കിൽ അവൾക്കൊരു ജസ്റ്റിസ് കിട്ടണമെന്ന്. മറ്റവരൊക്കെ അത് ബാക്കിയുള്ളവർ വായിച്ച് തള്ളുന്ന ഒരു വിഭാഗമുണ്ട്. ഇങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ചാണ് പെട്ടെന്ന് ഇവരുടെ എല്ലാം നമ്മുടെ സൊസൈറ്റി അങ്ങനെ ആയിപ്പോയി. അതൊന്നും ഒരു ഓഡിറ്റിങ്ങിന് അങ്ങനെ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കി. ഇങ്ങനെയും ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതായത് മറ്റേ ഡൽഹിയിലെ ആ ബസ്സിലെ ക്രൂരമായ നിർഭയ കേസ് കഴിഞ്ഞിട്ട് അതേ സംഭവം തന്നെ ഉണ്ടായില്ലേ?
1 വർഷത്തിനുള്ളിൽ ഇതുപോലെ തന്നെ ബസ്സിൽ വെച്ച് പീഡിപ്പിക്കും. ഇതേ സംഭവം ഉണ്ട്. അതാണ് മനുഷ്യരുടെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നത്. കാരണം ഈ പത്രപ്രവർത്തക എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കൂടുതൽ പത്രത്തിലേക്ക് ഇട്ട് പ്രഷർ കൊടുക്കണ്ട. അതായത് ഈ 13 വയസ്സുകാരിക്കും ഈ കേസ് അന്വേഷിക്കുന്നവർക്ക് അദ്ദേഹം പറഞ്ഞതാണ്, ഒരിക്കലും ഇത് കേസ് അവസാനിക്കുന്നില്ല. സൂര്യനെല്ലി കേസ് വന്നു, അന്നും ആ കുട്ടിക്ക് ഇത്രയൊക്കെ പ്രായമുള്ളായിരുന്നു തോന്നുന്നു. എന്താണേലും ഇതായിരുന്നു, പ്രായപൂർത്തിയാകാത്ത കുട്ടിയായിരുന്നു. അപ്പോൾ ആ സൂര്യനെല്ലി കേസ് വന്നു, അത് വിജയിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അത്രയൊന്നും ക്ഷമ നമുക്ക് കിട്ടത്തില്ലായിരിക്കും. പക്ഷെങ്കിൽ ഞാൻ വ്യക്തിപരമായിട്ടും കോടതിയും പറയുന്നത് അങ്ങനെയാണ്. ഈ ചെറിയ കുട്ടികളുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ലാർജ് സ്കെയിലിൽ പ്രചരിപ്പിക്കുന്നതിന് നിയമപ്രകാരം തന്നെ തടയപ്പെടുന്നുണ്ടെന്ന്. അപ്പോൾ അത് ശരിയാണെന്നാണ്. കറക്റ്റ്. അതാ നമ്മുടെ ഉള്ളിൽ, അതായത് നമ്മുടെ ഉള്ളിൽ അതുണ്ടായിരിക്കണമെന്ന് തന്നെയാണ്. കാരണം സൊസൈറ്റിയുടെ നല്ല വശങ്ങൾ ഇന്നും നശിച്ചിട്ടില്ലെന്ന് തന്നെ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞാനും. കാരണം ഇപ്പം ആദ്യം പറഞ്ഞു, കോടതിയെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട, മാധ്യമങ്ങളെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട, പിന്നെ നമ്മളെ പോലുള്ളവർ ആരെ വിശ്വസിക്കും എന്നുള്ളതാണ് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പോയത്. അപ്പം നമ്മളുടെ മോറൽ സൈഡിനെ, നമ്മുടെ മൊറാലിറ്റിയെ വിശ്വസിച്ചുകൊണ്ട് തന്നെ സൊസൈറ്റിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമ്മളിലുണ്ടാകണം. നമ്മൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് അതിന് വേണ്ടത് വിജ്ഞാനമാണ്. അതിന് വേണ്ടത് ബോധന രീതികളിലുള്ള, തീർച്ചയായിട്ടും ആ ഒരു ആസ്പെക്ട്സിൽ ചിന്തിക്കുക. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ, ഹയർ എഡ്യൂക്കേഷൻ ബോർഡിനോട് പോലും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഇതിനൊരു വ്യത്യാസം ഉണ്ടായാൽ മാത്രം. കാരണം അതിനെക്കുറിച്ച് കൺസേൺ അല്ല, അതുകൊണ്ടാണ്. കാരണം പഠിച്ച വലിയ ആളാകണം, കാശ് മേടിക്കണം, അന്നേരം അത്രയേ ഉള്ളൂ. അപ്പോഴും നമ്മുടെ ധാർമ്മികത ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ഞാൻ ഞാനത് അവരോട് ചോദിച്ചൊരു കാര്യമാണ്. കാരണം എനിക്കും ദേഷ്യം വന്നു, ഇതുപോലെ സമാധി വന്നു, ഇങ്ങനെ വരികയാണ്. പക്ഷെ അതിൻ്റെ കാരണം എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ വെളിപ്പെടുത്തി എന്നുള്ളൂ.